ഓക്കെ, വെൽക്കം ബാക്ക്. നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ ഡെറിവേറ്റീവിന്റെ ബേസ് ഇക്വേഷൻ അത് വെച്ചിട്ട് എങ്ങനെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം, ഇനി ആ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ വിഷ്വലി ഒന്ന് നോക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യം പറഞ്ഞു. ഇന്ന് വന്നേക്കുന്ന പ്രോഡക്റ്റ് റൂളുമായിട്ടാ. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ നമ്മളെല്ലാം ഇതറിയാവുന്ന കുറെ പേരും കേട്ടിട്ടുണ്ടായിരിക്കും, അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞുതരാം. ഓക്കെ, അത് എല്ലാവരും മിക്കവാറും കാണാൻ പിടിച്ചു വെച്ചേക്കും. ഓക്കെ, കാണാൻ പിടിച്ചു വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ ഓരോ വട്ടം നമുക്കിത് മനസ്സിലാക്കി ഒന്ന് കൊണ്ടുവരാൻ പറ്റും. ഒരിക്കൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് മതി. അപ്പൊ കാണാൻ പിടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് വിടും. നമ്മളാ പഠിച്ച ഇക്വേഷൻ എന്താ? സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ജി ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻറ്റു ജി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ഇക്വേഷൻ. ഇനി ഇത് ജസ്റ്റ് എങ്ങനെ വരുന്ന ഒരു റെക്റ്റാങ്കിളും സ്ക്വയറും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരുപാട് താമസമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇതിൽ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഈ കാണുന്നത്, ഈ നീല. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് എക്സും ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈയും ആണ്. ഓക്കെ, ഞാൻ ഒരു ഡി എക്സ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. എൻ്റെ ലെങ്ത് കണ്ട, ഞാൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ഇത് ഇങ്ങോട്ട് കൂടും. അതുപോലെ ഞാൻ ഒരു ഡി വൈ ലെങ്ത് എൻ്റെ ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പുതിയ റെക്റ്റാങ്കിൾ. മനസ്സിലായി? ഈ റെക്റ്റാങ്കിളിൽ ആഡ് ആയ പുതിയ ഏരിയ ഏതാ? അതായത് ഇതാണ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ ഏരിയ. ഇപ്പൊ ആഡ് ആയത് ഏതാ? ഈ പച്ച ഏരിയ പ്ലസ് ഈ ചുമന്ന ഏരിയ പ്ലസ് ഈ മഞ്ഞ ഏരിയ. ഈ പച്ച ഏരിയയുടെ ഡയമെൻഷൻസ് എന്തൊക്കെയാ? ഈ കാണുന്നതിന് ഡി വൈ നമ്മൾ പറഞ്ഞില്ലേ, ചേഞ്ച് ഇൻ, അതായത് ഒരു വൈ ലെങ്ത് ചേഞ്ച് ചെയ്ത് ബ്രെഡ്ത്ത് ഒന്ന് ഇൻക്രീസ് ചെയ്ത്, ഈ ലെങ്ത് എക്സ് ആണ്. നോക്ക്, ഇവിടെ എക്സ് അല്ലേ, അപ്പൊ ഈ ലെങ്ത് എക്സ് ആണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഡയമെൻഷൻ ആണ് ഡി എക്സ്, നമ്മൾ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത ഡി എക്സ് ലെങ്ത്. ഈ കാണുന്ന ഡയമെൻഷൻ ആണ് വൈ. അവിടെ നോക്ക്, വൈ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എന്താ? ഇത് ഡി വൈയും ഇത് എക്സും. അപ്പൊ ഇതിന്റെ ഏരിയ എന്തുവാ? ഡി വൈ ഇൻറ്റു എക്സ്, അല്ലെ എക്സ് ഡി എക്സ്. അവിടെ നോക്ക്, എക്സ് ഡി എക്സ്. കണ്ടോ? ഓക്കെ, ഇനി റെഡിന്റെ നോക്ക്, ഇത് ഡി എക്സും ഇത് വൈയും. അപ്പൊ ഇതിന്റെ ഏരിയ എന്തുവാ? വൈ ഡി എക്സ്. അവിടെ നോക്ക്, വൈ ഡി എക്സ്. ഓക്കെ, ഇനിയുള്ളതാ ഇത്. ഇതിന്റെ ഡയമെൻഷൻ എന്താ? ഈ കാണുന്നതാണ് ഡി എക്സ്, ഈ കാണുന്നതാണ് ഡി വൈ. അപ്പം ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഈ കാണുന്നതാണ് ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഇത് പുതിയതായിട്ട് ആഡപ്പായ ഏരിയ ഏതാ? ഈ പച്ച പ്ലസ് ഈ ചുമപ്പ് പ്ലസ് ഈ മഞ്ഞ. കണ്ട, ഇത്രയും പാർട്ടാണ് പുതിയതായിട്ട് ആഡപ്പായത്. ഓക്കെ, ഇനി നമ്മളിവിടെ കാണിച്ച വലിയൊരു മണ്ടത്തരമുണ്ട്. കഴിഞ്ഞത് ഈ പറഞ്ഞ ഒരിക്കലും ഈ പറഞ്ഞ ഡെറിവേറ്റീവിന് വന്ന ചേഞ്ച് ഇത്രയും വലുതൊന്നും ആകത്തില്ല. 1.3 ഇതൊക്കെ എന്താ? ഇതൊക്കെ വലിയ വലിയ, ഇത്രയൊന്നും വരത്തില്ല, വളരെ ചെറുതായിരിക്കും, വളരെ ചെറുത്. ഓക്കെ, ഇൻഫാക്ട് ഈ 0.1 പോലും വലുതാ. അത്രയും പോലും ഡെറിവേറ്റീവ്സ് അത് എടുക്കാറില്ല. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്നാണ് നമ്മൾ പറയാറ്. അതായത് അത്രയും ചെറിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇരുന്ന് കാണാനും മനസ്സിലാവാനും വേണ്ടി 0.1 വരെയെങ്കിലും വെച്ച. ഓക്കെ, ഇത് ഇത്രയും ചെറുതായിരിക്കും. വേണ്ട, ഇത്രയും ചെറുതായിരിക്കുമ്പം ഇവിടെ നോക്ക്, നമുക്ക് ഇത് കാണാം, ഇതും കാണാം. ഇത് നമുക്ക് വളരെ ചെറിയൊരു ഡോട്ടായിട്ടേ കാണാൻ പറ്റും. അതായത് ഈ വാല്യൂ നമുക്ക് ഇൻഫാക്ട് ആക്ച്വലി നെഗ്ലക്ട് ചെയ്ത് കളയാം. അതായത് ഇവിടെ നോക്ക്, ഡി എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 0.1. ഡി വൈ എത്ര? 0.1. അപ്പൊ ഡി വൈ ഇൻറ്റു ഡി എക്സ് എത്ര ഉണ്ട്? ഇവിടെ നോക്ക്, ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ 0.01. 0.01 ഒരു വളരെ ചെറിയ വാല്യൂ ആണ്, നമുക്ക് ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇനി പുതിയ ഏതൊക്കെ സൈഡുകളുണ്ട്? ഈ സൈഡുണ്ട്, ഈ സൈഡുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ആഡപ്പായ ഏരിയ ഏതാ? ഈ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ്. ഇതാണ് നമ്മുടെ പുതിയ ആഡപ്പായ രണ്ട് ഏരിയകൾ. ഓക്കെ, അതായത് ഈ രണ്ടെണ്ണം നമ്മുടെ പുതിയ ആഡപ്പായ ഏരിയ, അതായത് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ പഴയ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ പുതിയ ആഡപ്പായ ഏരിയ, അതായത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ പ്ലസ് ഈ കൊച്ചു ഡോട്ടാണ്. ഈ കൊച്ചു ഡോട്ടിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തപ്പോൾ ഈ ഏരിയ പ്ലസ് ഈ ഏരിയ. അതിന്റെ ഇക്വേഷൻ എന്താ? എക്സ് ഇൻറ്റു ഡി വൈ പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ചേഞ്ച് ഇൻ ഏരിയ. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ. അതായത് നമ്മുടെ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ? എക്സ് ഇൻറ്റു വൈ. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ദിസ് എക്സ് ഇൻറ്റു വൈ അതെന്താ? നമ്മുടെതാ ഈ ഇക്വേഷൻ പ്രകാരം ഇത് എക്സും വൈയും ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് എങ്ങനെ വരും? ഡി എക്സ്
ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ. ഓക്കെ, അത് തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നത്, എക്സ് ഇൻറ്റു ഡി വൈ പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ്. അതല്ലേ നമ്മുടെ ഈ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാൽ. ഇത്രയേ ഉള്ളൂ, വിഷ്വലി നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അത് ജസ്റ്റ് സ്ക്വയറിന്റെ കേസിൽ പറഞ്ഞുതരാം. നമ്മള് ഡി എക്സ് ചെറുതാക്കി തന്നെ വെച്ചോ. സ്ക്വയറിന്റെ കേസിൽ നമ്മൾ നേരത്തെ വന്നിട്ട് റെക്റ്റാങ്കിളിൽ ഇവിടെ ചുമപ്പായിരുന്നെങ്കിൽ സ്ക്വയറിന്റെ കേസ് വരുമ്പോൾ ഇവിടെയും പച്ചയായിരിക്കും ഇത് രണ്ടും, കാരണം സൈഡ് ലെങ്ത് സെയിമാ. അങ്ങനത്തെ വരുന്ന കേസിൽ എന്ത്, ഈ ഡി എക്സും സെയിമാ, ഇവിടെ കാണുന്ന ഡി എക്സും സെയിമാ, ഈ കാണുന്ന എക്സും സെയിമാ, ഈ കാണുന്ന എക്സും സെയിമാ. മനസ്സിലായോ? ഈ കാണുന്ന ചെറിയ ഡോട്ടിനെ നമുക്ക് എപ്പോഴും നെഗ്ലക്ട് ചെയ്യാം, കാരണം ഡി എക്സ് സ്ക്വയർ എത്രയായി, 0.019. മനസ്സിലായോ? അപ്പം ഏരിയ എന്തോ 2x ഇൻറ്റു ഡി എക്സ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായി. അതായത് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ്, അതായത് ഈ കാണുന്ന പച്ചയുടെ ഏരിയയാണ് ഈ കാണുന്ന എക്സ് ഇൻറ്റു ഡി എക്സ്, അതുപോലെ ഈ കാണുന്ന പച്ചയുടെ ഏരിയയാണ് ഈ എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ഈ ചെറിയ പൊട്ട്, കണ്ടോ? അതായത് 2 ടൈംസ് ഇത് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സേഫ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ ചെറുതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം, ഡി എക്സ് വാല്യൂ ചെറുതാകുമ്പോൾ. പിന്നെ നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട്, എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ്, അതായത് 2x dx. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, ഡി വൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ, 2x. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്, 2x. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇക്വേഷൻ ശരിയാ. അത്രയേ ഉള്ളൂ, നമുക്ക് വിഷ്വലി നോക്കാൻ പറ്റിയ എല്ലാം പെട്ടെന്ന് കിട്ടുന്നേ ഉള്ളൂ. ഇത് സ്ക്വയറിന്റെ കേസ് വെച്ച് ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും നോക്കാം. അപ്പൊ കോംപ്ലക്സ് ഇമേജസ് ഒക്കെ വേണ്ടി വരും. ഇത് ഞാൻ വിഷ്വലി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതിങ്ങനെ വിഷ്വലി വരുമ്പോൾ നമുക്ക് മനസ്സിലല്ലോ, ദിസ് വർക്ക് ദിസ് ലൈക്ക് ദിസ് വേ. ഓക്കെ ഓക്കെ നമ്മൾ തൊട്ട് മുമ്പ് പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് ജസ്റ്റ് വിഷ്വലി, അതായത് എന്താണ് പ്രോഡക്റ്റ് റൂൾ എന്ന്, പ്രോഡക്റ്റ് റൂൾ എങ്ങനെ അതിന്റെ വാലിഡിറ്റി ജസ്റ്റ് വിഷ്വലി ഒന്ന് കാണിച്ചു തന്നു. അതുപോലെ ജസ്റ്റ് ഈ സം റൂളും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ബേസിക്കലി സം റൂൾ എന്ന് പറഞ്ഞാൽ, സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് ജി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി, അതായത് ഇത് തന്നെ എഫ് പ്ലസ് ജിയുടെ മൊത്തത്തിലുള്ള ഡെറിവേറ്റീവ് എടുത്താൽ അത് ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി എന്നാണ്. ഓക്കെ, നമ്മൾ തൽക്കാലം നമ്മുടെ ഇവിടുത്തെ വിഷ്വലൈസ് ചെയ്യാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എടുക്കുക. അതായത് എഫ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറും ജി എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബും. നമുക്കപ്പം ഇക്വേഷൻ വെച്ച് കിട്ടേണ്ടുന്ന ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്നായിരിക്കും, അതായത് 2x പ്ലസ് 3x സ്ക്വയർ. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷ്വലോട്ട് പോകാം. ഇത് നമ്മുടെ ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത അതേ വിഷ്വൽ തന്നെ, ഒരു സ്ക്വയറും ഒരു ക്യൂബും. ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്വയറിന്റെ ഈ സൈഡ് എക്സും ഈ സൈഡ് സ്ക്വയറിന് അറിയാല്ല, എക്സ് ആണ് ആ ഒരു ഫുൾ സൈഡ്, ഈ സൈഡും ഈ സൈഡും. അതുപോലെ തന്നെ ക്യൂബ് എടുത്താൽ ഈ റെഡ് ആണ് നമ്മുടെ ആക്ച്വൽ ക്യൂബ്, ഈ ക്യൂബിന്റെ ഈച്ച് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു ഡി എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കൂട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് സ്ക്വയർ ആയതുകൊണ്ട് സെയിം ഡി എക്സ് ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും നമ്മൾ ഇങ്ങോട്ടും കൂട്ടുന്നത്. അപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ഈ സ്ക്വയറിന്റെ ഏരിയ കൂടും. അതായത് നേരത്തെ നമുക്കുണ്ടായിരുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലൂ ഏരിയയിൽ, ഇപ്പൊ നമ്മൾ ഡി എക്സ് കൂട്ടിയപ്പം എന്ത് സംഭവിച്ചു, എന്താ ഇവിടെ ഒരു ഗ്രീൻ പാർട്ട് ആഡായി, ഇവിടെ ഒരു ഗ്രീൻ പാർട്ട് ആഡായി, ഇവിടെ ഒരു എല്ലാ പാർട്ടും ആഡായി. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ നേരത്തെ ഏരിയ. ഇപ്പോഴത്തെ നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഫുള്ളാണ്. അപ്പൊ നേരത്തേതിൽ നിന്ന് എന്തുമാത്രം ചേഞ്ച് ആണ് നമുക്ക് വന്നത്, ഇതാ ഈ ഏരിയയാണ് നമുക്ക് ആക്ച്വലി ചേഞ്ച് വന്നത്. അതായത് പുതിയതായിട്ട് ആഡപ്പ് ഏരിയ എന്താന്ന് ചോദിച്ചാൽ ഏരിയ ഓഫ് ദിസ് ഗ്രീൻ സ്ട്രിപ്പ് പ്ലസ് ഏരിയ ഓഫ് ദിസ് ഗ്രീൻ സ്ട്രിപ്പ് പ്ലസ് ഏരിയ ഓഫ് ദിസ് യെല്ലോ സ്ട്രിപ്പ്. ഓക്കെ, പിന്നെ ഈ ഗ്രീൻ സ്ട്രിപ്പിന്റെ ഏരിയ എന്താ, അതിന് മുമ്പ് ഈ ലെങ്ത് എക്സ് ആണ്, ആണ്ടെ ഈ ലെങ്ത് എക്സ് ആണല്ലോ, അപ്പൊ ഈ ലെങ്ത് എക്സ് ആണ്, നമ്മൾ ഡി എക്സ് ആണല്ലോ കൂട്ടിയ. അപ്പൊ ഈ ഗ്രീൻ സ്ട്രിപ്പിന്റെ ഡയമെൻഷൻ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇത് ഡി എക്സും ഇത് എക്സും ആ. അപ്പൊ എക്സ് ഡി എക്സ്, ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതേ ഗ്രീൻ സ്ട്രിപ്പിന്റെ അതേ ഏരിയ തന്നെ ഇത്, കാരണം ഇത് നോക്ക്, ഇതും എക്സ് തന്നെയാണ്, ഇതും ഡി എക്സ് ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടിയത്. അപ്പൊ ഇതും എക്സ് ഡി എക്സ്. അപ്പൊ ടോട്ടൽ എത്താം, നമ്മുടെ 2 ഗ്രീൻ സ്ട്രിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം 2x dx ഇതിന്റെ ഏരിയ. ഇനി നമ്മുടെ കയ്യിലുള്ള ഏതാ, ഈ യെല്ലോ സ്ട്രിപ്പിന്റെ ഈ സൈഡ് എന്താ, dx. ഓക്കെ, ഈ സൈഡ് എന്താ dx, അപ്പൊ അതിന്റെ ഏരിയ dx സ്ക്വയർ. ഓക്കെ, അതാണ് ഈ കാണുന്നത്. 2 ഗ്രീൻ സ്ട്രിപ്പ് ഉണ്ട്,
ഒറ്റ യെല്ലോ സ്ട്രിപ്പ് ഉണ്ട്. പുതിയതായിട്ട് ടോട്ടലി ആഡപ്പ് ആയ ഏരിയ 2x dx പ്ലസ് dx സ്ക്വയർ. അതായത് പുതിയതായിട്ട് ആഡ് ചെയ്ത ഏരിയ, അതായത് ഡി എ, ചേഞ്ച് ഇൻ ഏരിയ ഡി എ. ഡി എ എന്ന് പറയുന്നത് 2x dx പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ക്യൂബിന്റെ കേസ് നോക്ക്. ക്യൂബിന്റെ ആക്ച്വൽ വോളിയം എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, എക്സ് ക്യൂബ്. നമ്മളൊരു ഡി എക്സ് ലെങ്ത് കൂട്ടുക, ഏത് ഓരോ സൈഡിൽ നിന്നും. ഇതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടി, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടി, അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടി. അപ്പോൾ എന്ത് ചെയ്ത് പുതിയതായിട്ട് നമുക്ക് ആഡപ്പ് ആയ വോളിയം എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇതാ നമ്മുടെ ഈ ഒറിജിനൽ ക്യൂബ് അല്ലാതെ ഈ ഗ്രീൻ പാർട്ട് കണ്ട, ഈ 3 ഗ്രീൻ പാർട്ട് ഉണ്ട് ഇവിടെ കണ്ട. ഇവിടെ അതില്ല, ഇവിടെ കറക്കി നോക്കിക്കോ. കാരണം ആ സൈഡിൽ നിന്നാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ 3 ഗ്രീൻ പാർട്ട് ഉണ്ട്. 1 ഗ്രീൻ, 2 ഗ്രീൻ, 3 ഗ്രീൻ. ഈ ഗ്രീനിന്റെ ഡയമെൻഷൻ എന്താ നോക്കണേ. കണ്ടേ ഈ ലെങ്ത് എക്സ് അല്ലേ, അപ്പൊ ഈ കാണുന്ന ഈ ഗ്രീനിന്റെ ഈ ലെങ്ത് എക്സ് ആവുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ നോക്ക്, ഈ ലെങ്ത് എക്സ് അല്ലേ, അപ്പൊ ദാ ഇത് എക്സ് ആവും. ഇതല്ലേ ചേഞ്ച് ഇൻ എക്സ്, ഈ ഇത്ര ഡി എക്സ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ വോളിയം എന്താന്ന് ചോദിച്ചാല്, അല്ല ഇതിന്റെ ഡയമെൻഷൻ എന്താന്ന് ചോദിച്ചാൽ ഇത് എക്സ്, ഇത് എക്സ്, ഈ ഏരിയ ഡി എക്സ്. കണ്ടേ ഇത് എക്സ്, ഇത് എക്സ്, ഈ കാണുന്ന ഈ ഏരിയ ഡി എക്സ്. ഞാൻ വേണേ വിഷ്വലി കാണേണ്ടതാണ്, ജസ്റ്റ് ഞാൻ ഒന്ന് കൂട്ടിത്തരാം. ഇത് ഡി എക്സ്, ഈ കാണുന്ന ഇത് വെക്സ്, ഇത് വെക്സ്. ഓക്കെ, അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അത് ടി എക്സ് എന്ന് പറയും. നമുക്ക് മൊത്തം 3 ഗ്രീൻ സൈഡ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ വോളിയം എത്ര? 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ്. മനസ്സിലായ? ആ 3 ഗ്രീൻ പാർട്ടിന്റെ ഏരിയ ആണ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ്. കണ്ടാ ഇവിടെ കാണിക്കുന്ന 3 ഗ്രീൻ പാർട്ട് ഉണ്ട് ഇവിടെ, കണ്ട. ഇനി അതേപോലെ തന്നെ എത്ര യെല്ലോ പാർട്ട് ഉണ്ട്? 3 യെല്ലോ പാർട്ട്. കണ്ട കറക്കി നോക്കിക്കോ, വേറെ യെല്ലോ പാർട്ട് ഒന്നും ഇല്ല. മൊത്തം 3 യെല്ലോ പാർട്ട് ഇവിടെ ഉള്ളത്. ഇനി യെല്ലോ പാർട്ടിന്റെ ഡയമെൻഷൻ എന്താ? ഇത് എക്സ് ആണ് നമ്മൾ വന്നത്, അപ്പൊ ഈ കാണുന്നത് എക്സ് തന്നെ. ഈ ലെങ്തോ ഇത് ഡി എക്സ് ആണ് നമ്മൾ പറഞ്ഞത്, അതുപോലെ ഇതും ഡി എക്സ് ആണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇത് എക്സ്, ഇത് ഡി എക്സ്, ഇത് ഡി എക്സ്. ഓക്കെ, അപ്പൊ തണ്ടേ ഇത് ഡി എക്സ്, ഇത് ഡി എക്സ്, ഇത് എക്സ്. എല്ലാം ഇത് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ അതിന്റെ ഏരിയ എത്ര? 3 ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് സ്ക്വയർ. ഏരിയ അല്ല, വോളിയം മറിപ്പോലെ, ആ പാർട്ടിന്റെ വോളിയം. ഇനി എന്തുകൊണ്ട്? ഇനി ആടായപ്പോയപ്പം ഈ ഒരു പിങ്ക് ക്യൂബ് ഉണ്ടായി. കണ്ടേ ആ പിങ്ക് ക്യൂബിന്റെ ഡയമെൻഷൻ എന്താ? അതായത് പിങ്ക് ക്യൂബിന്റെ ഓരോ സൈഡും ഡി എക്സ്, ഡി എക്സ്, ഡി എക്സ്. അപ്പൊ അതിന്റെ വോളിയം എത്ര? ഡി എക്സ് ക്യൂബ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വോളിയം എക്സ് ക്യൂബ്, പുതിയതായിട്ട് ആഡ് ചെയ്ത വോളിയം ഏതൊക്കെയാ? 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് 3x ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ് ക്യൂബ്. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈക്വലി ചേഞ്ച് ആവുന്നത്, അതായത് സ്ക്വയറും ചേഞ്ച് ആവുന്നുണ്ട്, വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ? നമ്മുടെ ഇക്വേഷൻ വെച്ച് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. അപ്പൊ എഫ് ഓഫ് 1 ഇട്ടാ 1 സ്ക്വയർ പ്ലസ് 1 ക്യൂബ്. അപ്പൊ എക്സ് മാറിയാൽ രണ്ടിനും മാറണം. അതാണ് നമ്മുടെ സം റൂൾ നമ്മൾ പറയാൻ പോണേ. അത് കഴിഞ്ഞിട്ട് ഇനി ഇതാ ഇവിടെ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ പറഞ്ഞ് ചേഞ്ച് ഇൻ ഏരിയ, അതായത് ഇതായിരുന്നു ഏരിയ, ഇത് ന്യൂ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്ന ഇതിന്റെ ലെങ്ത്, ഇതിന്റെ വോളിയം, അതായത് ഇതായിരുന്നു ഈ റെഡിന്റെ ആയിരുന്നു നേരത്തെ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ഈ ഇതിന്റെ വോളിയം പ്ലസ് ഇതിന്റെ വോളിയം ഇൻറ്റു 3 ടൈംസ് ഈ പച്ചയുടെ, ഈ യെല്ലോയുടെ വോളിയം ഇൻറ്റു 3 ടൈംസ് പ്ലസ് ഈ പിങ്കിന്റെ വോളിയം ഇൻറ്റു 3 ടൈംസ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഡെറിവേറ്റീവ് ഒരിക്കലും വലിയ വാല്യൂസിന് വർക്ക് ചെയ്യത്തില്ല. ഡെറിവേറ്റീവ് വിൽ ഓൾവേസ് വർക്ക്സ് ഫോർ സ്മോളർ വാല്യൂ. അതിന്റെ കാരണം എന്താ വെച്ചാൽ നേരത്തെ വീഡിയോസ് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, അപ്പം ഡി എക്സ് എന്തായാലും ചെറുതായിട്ട് വരും. ഇനിയിപ്പോ നമ്മൾ ചെറുതായിട്ട് വന്നല്ല, ഇനി നോക്ക്. ഇനി നോക്കുമ്പോൾ ഈ യെല്ലോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാ. കണ്ടോ യെല്ലോ ഡോട്ട്, ഈ ഗ്രീൻ ഡോട്ടിനെയോ അല്ലെ നമ്മുടെ ടോട്ടൽ ഇതിനെ വെച്ച് നോക്കുമ്പോൾ യെല്ലോ എന്ന് പറയുന്നത് വളരെ ചെറുതാ. അത് മാത്രമല്ല ഡി എക്സ് എന്ന് പറഞ്ഞ 0.1. ഓക്കെ, അപ്പൊ ഡി എക്സ് സ്ക്വയർ എന്തോ നോക്ക് 0.01. അതുകൊണ്ട് ഇത് വളരെ ചെറിയ കാര്യം. അതുകൊണ്ട് നമുക്ക് അതങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇത് നോക്കിയത് ഈ ഗ്രീൻ സ്ട്രിപ്പ് നോക്കിയാൽ 2 ഗ്രീൻ സ്ട്രിപ്പ് ഉണ്ട്. ഈ ഗ്രീൻ സ്ട്രിപ്പ്, ഈ ഗ്രീൻ സ്ട്രിപ്പ്. അതിന്റെ വോളിയം എത്ര? 2x ഇൻറ്റു ഡി എക്സ്. അതായത് ഡി എ ചേഞ്ച് ഇൻ ഏരിയ ആണ് 2x dx. ഓക്കെ, അതുപോലെ തന്നെ വോളിയത്തിന്റെ കേസ്, വോളിയത്തിന്റെ അത് ഈ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ ഈ യെല്ലോ പാർട്ടും ഈ പിങ്ക് പാർട്ടും വളരെ ചെറുതാണ്. ഇപ്പൊ തന്നെ നോക്കും പിങ്ക് എത്രത്തോളം ചെറുതാണ്.
അതുപോലെ തന്നെ ചെറുതാണ് ഈ യെല്ലോ പാർട്ടും. ഓക്കെ, ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിച്ചു. അതായത് ഇവിടെ നമുക്ക് ഈ ഗ്രീൻ സ്ട്രിപ്പ് ചെറുതല്ല തോന്നുന്നത്, അത് ഏരിയയുടെ ടേംസില്ല. മനസ്സിലായി? ഈ ഏരിയ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്രീൻ സ്ട്രിപ്പ് ആക്ച്വലി വലുതാണ്. പക്ഷെ ഇത് വോളിയത്തിന്റെ ടേമാണ്. കണ്ടോ നോക്ക്, കണ്ടോ ഇവിടെ ആക്ച്വലി ഈ dx എന്ന് പറഞ്ഞാൽ 0.1 എന്ന് പറയുന്നത് വലിയ വാല്യൂ തന്നെ വിഷ്വലി നമുക്ക് കാണാനായിട്ട്. കാരണം ഞാൻ dx 0.0001 ഒക്കെ വെച്ചാൽ ഇത് കാണാൻ പോലും പറ്റത്തില്ല, ഈ പറയുന്ന യെല്ലോ ഏരിയ ഗ്രീൻ ഏരിയ എന്ന്. വിഷ്വലി കാണാനായിട്ടാണ് ഞാൻ 0.1 മിനിമം വെച്ചത്. അതാണ് നോക്കി, ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ കാണുന്ന റെഡ് ആണ് നമ്മുടെ ആക്ച്വൽ. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനെ ചരിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഗ്രീൻ പാർട്ട്. ഓക്കെ, അവിടെ ഈ കാണുന്ന പിങ്ക് ഡോട്ടും ഈ യെല്ലോ ലൈൻസും വളരെ നെഗ്ലിജിബിൾ ആണ്. അല്ലെ നിങ്ങൾ വോളിയം ടൈം തന്നെ നോക്ക്. ആക്ച്വലി dx എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പൊ dx സ്ക്വയർ എന്തായിരിക്കും? 0.01 ആയിരിക്കും. ഓക്കെ, dx ക്യൂബ് എന്തോ 0.001 ആണോ? dx സ്ക്വയർ 0.01 dx ക്യൂബ് 0.001. അപ്പൊ എന്തായി? ഒബ്വിയസ്ലി ആ രണ്ട് വാല്യൂസ് ചെറുതാ. അപ്പൊ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്തോളെ. പിന്നെ ഏതുണ്ട്? ഈ ഗ്രീൻ പാർട്ട് ഉണ്ട്. അതേതാ? 3x² dx. അതായത് dv ചേഞ്ച് ഇൻ വോളിയം ആണ് 3x² dx. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഏരിയ ആണ് 2x dx. ഓക്കെ, അതായത് നമ്മളിപ്പോ കണ്ടു dA, അതായത് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് 2x dx ആണെന്നും അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 3x² dx ആണ്. ഓക്കെ, അതായത് dA ഈക്വൽ ടു 2x dx ഉം dv ഈക്വൽ ടു 3x² dx ഉം. അതുപോലെ തന്നെ എങ്ങനെയാണ് dx സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്തതെന്നും 3x dx സ്ക്വയർ പ്ലസ് dx ക്യൂബിനെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞതെന്നും നമ്മൾ തൊട്ട് മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഈ x എന്ന് പറഞ്ഞ പോയിന്റ്, ഓക്കെ, ഒരു 4 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. ആ 4 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ശരിക്കും സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 16. അതുപോലെ തന്നെ നമ്മുടെ ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 64. ഓക്കെ, ഇനി നമ്മൾ ഒരു dx ചേഞ്ച് വരുത്തി, അതായത് ഒരു dx ലെങ്ത് സൈഡ് ലെങ്ത് ഇൻക്രീസ് ചെയ്ത്. ഓക്കെ, സപ്പോസ് അത് ഇവിടെ 0.1 ആയിട്ട് തന്നെ നോക്കുക. അങ്ങനെ ചെയ്ത സമയത്ത് നമ്മുടെ സ്ക്വയറിന്റെ ഏരിയയും കൂടി ക്യൂബിന്റെ വോളിയം കൂടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ ഏരിയ പ്ലസ് ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം വിത്ത് റെസ്പെക്ട് ടു dx. കാരണം നമ്മുടെ dx മൂവ് ചെയ്തുകൊണ്ടാണല്ലോ ഇവിടെ ഏരിയയും കൂടിയതും വോളിയം കൂടിയതും. ഓക്കെ, എന്ന് പറയുന്നത് അതായത് ടോട്ടൽ ചേഞ്ച് ഇൻ ഏരിയ പ്ലസ് ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം ഡ്യൂ ടു ദിസ് ചേഞ്ച് ഇൻ dx. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്ര? ഇത് dA പ്ലസ് dx അല്ല, dA പ്ലസ് dv. മനസ്സിലായില്ലേ? അതായത് ചേഞ്ച് ഇൻ ഏരിയ എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞ dA, അതെത്ര? 2x dx. അല്ല, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വോളിയം എത്ര? dv ഈക്വൽ ടു 3x² dx. ഓക്കെ, അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ ഏരിയ പ്ലസ് ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം ഡ്യൂ ടു ദിസ് ചേഞ്ച് ഇൻ dx. അതായത് dx മാറിയോണ്ടാണല്ലോ ഏരിയയും വോളിയം മാറിയത്. x എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇരുന്ന സ്ക്വയറിനും ക്യൂബിനും. ഓക്കെ, അന്ന് പറഞ്ഞാൽ dA പ്ലസ് dv. ഇവിടെ dA പ്ലസ് dv എന്താ? 2x dx പ്ലസ് 3x² dx അല്ലേ? അതായത് dA എന്ന് പറയുന്നത് എത്ര? 2x dx. നമ്മൾ നേരത്തെ കണ്ട്. dv എന്ന് പറയുന്നത് എത്ര? 3x² dx. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ ഏരിയ പ്ലസ് വോളിയം എത്ര? dA പ്ലസ് dv is equal to 2x പ്ലസ് 3x². കോമൺ ആയിട്ട് ഈ dx നെ വെളിയെടുത്തു. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കി വെക്കാം. ഇനി നമ്മുടെ ഡെറിവേറ്റീവ് പറയുന്നത് എന്താ? ഈ സൈഡ് ഇപ്പൊ നോക്കണ്ട. ഇനി ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. നമ്മുടെ ഡെറിവേറ്റീവ് പറയുന്നത് എന്താ? അതായത് ഇതാണ് നമ്മുടെ സം റൂൾ. ഓക്കെ, d by dx of a plus v equal to dA by dx plus dv by dx. ഓക്കെ, ഇവിടെ നമ്മുടെ ഏരിയ എത്ര? x². വോളിയം എത്ര? v, x³. ഓക്കെ, dA by dx എത്ര? 2x. dv by dx എത്ര? 3x². അതായത് x²ന്റെ ഡെറിവേറ്റീവ് എത്ര? 2x. x³ ഡെറിവേറ്റീവ് എത്ര? 3x². ഓക്കെ, ഈ കിട്ടിയ സാധനം കൊണ്ട് 2x പ്ലസ് 3x². ഓക്കെ, ഇത് തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്ന 2x പ്ലസ് 3x². ഓക്കെ, ആകെപ്പാടെ ഒരു വ്യത്യാസം വന്നത് എന്താ? ഇവിടെ dx ഉണ്ട്, അതിവിടെ ഉണ്ട്. അതായത് ഇവിടെ പറയുന്നത് എന്താ? ഡെറിവേറ്റീവ് ഓഫ് എ പ്ലസ് വി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വി. അതല്ലേ ഈ കിട്ടിയത്? അത് തന്നെയല്ലേ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതും. ഈ എക്സ് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന dA by dx പ്ലസ് dv by dx ആയില്ലേ? അത് തന്നെയല്ലേ 2x പ്ലസ് 3x² നമുക്ക് കിട്ടിയ. അതായത് നമ്മൾ ഈ ചെയ്ത് ഇതേ സാധനം തന്നെയല്ലേ നമുക്കിതാ ഇവിടെ കിട്ടിയേക്കുന്നത്.
മനസ്സിലായോ? ഈ ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യുവർലി വിഷ്വലി കണ്ടതാ. അതായത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എവിടെയും ഡെറിവേറ്റീവ് എടുത്തിട്ടില്ല. ഒരിക്കലും ഈ ഡി എക്സ് കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഡെറിവേറ്റീവ് എന്ന് പറയില്ലേ. ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് എ സ്മോൾ ചേഞ്ച് ഇൻ എക്സ് ആ, അല്ലാതെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നല്ല ഇവിടുത്തെ ഡി എക്സിന്റെ അർത്ഥം. ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ ചേഞ്ച് ഇൻ എക്സ്. ഓക്കെ, അത് സ്മോൾ ചേഞ്ച് നമ്മൾ എടുത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് എപ്പോഴും സ്മോൾ ചേഞ്ചിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതിന്റെ കാരണം എന്തായാലും മുമ്പുള്ളതിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് സ്ക്വയറിന്റെ വോളിയം എക്സ് സ്ക്വയർ ആയിരുന്നു. നമ്മൾ ചെറിയൊരു ഡി എക്സ് ചേഞ്ച് കൊണ്ടുവന്നപ്പം അതിന്റെ വോളിയം എന്താവും, അല്ല ഏരിയ എന്താവും, എക്സ് പ്ലസ് ഡി എക്സ് ആവും. എക്സ് പ്ലസ് ഡി എക്സ് ഹോൾ സ്ക്വയർ ആവും. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്ന എന്ത് ചെയ്യും, ഇതുപോലെ മീൻസ് എക്സ് പ്ലസ് ഡി എക്സ് ഹോൾ സ്ക്വയർ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 2dx പ്ലസ് ഡി എക്സ് സ്ക്വയർ കിട്ടും. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒറിജിനൽ വോളിയം ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഈ രണ്ട് ഗ്രീൻ സ്ട്രിപ്പ് ആയിരിക്കും ഇൻക്രീസ് ആയ വോളിയം, അതായത് ചേഞ്ച് ഇൻക്രീസ് ആയ ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. സെയിം സിറ്റുവേഷൻ ഇവിടെ, അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ആക്ച്വൽ ക്യൂബിന്റെ വോളിയം. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഡി എക്സ് ഇൻക്രീസ് ചെയ്ത് എക്സിന്റെ കൂടെ, അപ്പൊ പുതിയ വോളിയം എന്തായിരിക്കും, എക്സ് പ്ലസ് ഡി എക്സ് ഹോൾ ക്യൂബ് ആയിരിക്കും. ഇത് എക്സ്പാൻഡ് ചെയ്ത ഒരു കാര്യം കിട്ടും. അപ്പം ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ന്യൂ വോളിയം മൈനസ് നമ്മുടെ ഓൾഡ് വോളിയം. അത് ചെയ്യുമ്പോൾ നമുക്കത് എന്തായും ഈ ഇക്വേഷൻ കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് എന്തുകൊണ്ടാണ് ഇതും നെഗ്ലക്ട് ചെയ്തത് നമ്മൾ പറഞ്ഞ് ഇത് മാത്രം കിട്ടിയത്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് ഈ ഡി വിയും ഈ ഡി എയും നമ്മൾ പ്യുവർ വിഷ്വലി എടുത്ത് ഇവിടെ നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. ഇത് പഴയ വാല്യൂ എക്സ് സ്ക്വയർ, പുതിയ ഏരിയ എക്സ് പ്ലസ് ഡി എക്സ് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് ചെറിയ വാല്യൂ കൊണ്ട് നെഗ്ലക്ട് ചെയ്തു. വോളിയത്തിലും അത് തന്നെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ സാധനം നമ്മൾ പ്യുവർ വിഷ്വലി എടുത്തതാ ഇവിടെ. ഇത് നമ്മുടെ ചെയിൻ റൂൾ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത രണ്ടും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താ, ഒരേ സാധനം. ഓക്കെ, ഒരേ സാധനം. സോ ഇതാണ് ബേസിക്കലി ചെയിൻ റൂൾ പറയുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഈ പറഞ്ഞിട്ട് എ പ്ലസ് വി എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ് ഓഫ് എ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വി. ഓക്കെ, ഇതാണ് ബേസിക്കലി ചെയിൻ റൂൾ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വിഷ്വലി കാണിച്ചു തന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഇക്വേഷൻസ് കാണാൻ പഠിക്കുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് ഏതിലേലും ഒന്നിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് എന്ന് വിഷ്വലി നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ.